വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. സൊസൈറ്റി ഓഫ് പെരിയോഡോണ്ടിസ്റ്റ് ആൻഡ് ഇംപ്ലാന്റോളജിസ്റ്റ് ഓഫ് കേരള സ്പീ കൂട്ടായ്മയുടെ 18ാമത് വാർഷിക കോൺഫറൻസ് കോതമംഗലം മാർ ബസേലിയസ് ഡെന്റൽ കോളേജിൽ നടത്തപ്പെടും. ഡീൻ കുര്യാക്കോസ് എം.പി. ഉദ്ഘാടനം നിർവഹിക്കും. മോണരോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം പൊതുസമൂഹത്തിലും ആരോഗ്യ വിദഗ്ധരുടെയും ഇടയിൽ സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ കേരളത്തിലെ മോണരോഗ ചികിത്സാ വിദഗ്ധരുടെ ഔദ്യോഗിക സംഘടനയായ സൊസൈറ്റി ഓഫ് പെരിയോഡോണ്ടിസ്റ്റ് ആൻഡ് ഇംപ്ലാന്റോളജിസ്റ്റ് ഓഫ് കേരള സ്പീക്ക് കൂട്ടായ്മയുടെ 18ാമത് വാർഷിക കോൺഫറൻസ് മെയ് 8, 9, 10 തീയതികളിൽ കോതമംഗലം മാർ ബസേലിയസ് ഡെന്റൽ കോളേജിൽ നടത്തപ്പെടും. മോണരോഗങ്ങൾ മൂലം നഷ്ടമാകുന്ന മോണകളുടെയും ആസ്മയുടെയും പുനരുദ്ധാരണത്തിന് ഉപയോഗിക്കുന്ന നൂതന ചികിത്സാ രീതികളാണ് ഇപ്രാവശ്യത്തെ കോൺഫറൻസിന്റെ മുഖ്യപ്രമേയമെന്ന് MBMM അസോസിയേഷൻ സെക്രട്ടറി സലീം ചെറിയാൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു പോൾ കുര്യൻ, ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ ഡോക്ടർ കെംതോസ് പോൾ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയൻ ജേക്കബ് മാത്യു, ഡോക്ടർ മെജോ അമ്പുക്കൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളം ഇന്ന് ഏറ്റവും സാക്ഷരതയുള്ള സ്റ്റേറ്റിൽ പെടുന്ന ഒരു ഭാഗമാണെങ്കിലും ഇന്നും നമ്മളുടെ കേരളീയരുടെ ദന്താരോഗ്യ പരിചരണത്തിൽ 20% ആൾക്കാരാണ് ഇപ്പോഴും കൃത്യമായിട്ട് എല്ലാ 6 മാസം കൂടുമ്പോഴും കൃത്യമായിട്ടൊരു മോണരോഗ പ്രശ്നങ്ങളുണ്ടോ, അതിൻ്റെ ക്ലീനിങ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും, ഇപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നവർ തന്നെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എത്ര പേര് കൃത്യമായിട്ടൊരു ഡെൻ്റൽ ചെക്കപ്പ് നടത്തുന്നുണ്ട്, മോണരോഗമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും ചെയ്യുന്നില്ല. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. കാരണം മോണരോഗങ്ങളാണ് എല്ലാ ഡെൻ്റൽ പ്രോബ്ലംസിൻ്റെയും ബേസായിട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത് അവിടെ നിന്നാണ്. 3 ദിവസമായിട്ടാണ് ഈ കോൺഫറൻസ് നടത്തുന്നത്. വെള്ളി, ശനി, ഞായർ. വെള്ളിയാഴ്ച ഇപ്പം നമ്മളൊരു പ്രീ കോൺഫറൻസ് കോഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ മോണരോഗ ചികിത്സാ ശാഖയിൽ ഞങ്ങൾ ഒരുപാട് സർജിക്കൽ പ്രൊസീജിയേഴ്സും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള ചില മെത്തേഡ്സിനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ് നമ്മുടെ പുറത്തുനിന്നുള്ള ഇതിലെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള 2 ഡോക്ടേഴ്സ് വന്നിട്ട് അതിന് നമ്മളുടെ ഡോക്ടേഴ്സിനും അതുപോലെ നമ്മളുടെ PG വിദ്യാർത്ഥികൾക്കും ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെഷനാണ് വെള്ളിയാഴ്ച പ്ലാൻ ചെയ്തിട്ടുള്ളത്. ശനിയും ഞായറുമായിട്ടാണ് നമ്മുടെ മെയിൻ കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ അതിനകത്തും നമ്മൾ ഒരുപാട് സെമിനാറുകളും അതുപോലെ നമ്മളുടെ സയൻറ്റിഫിക് പ്രസൻറ്റേഷൻസും അങ്ങനത്തെ ഉള്ള പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മളൊരു ഏതാണ്ട് 200ഓളം ആളുകളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോൺഫറൻസിന്റെ ഉദ്ഘാടനം മെയ് 9 അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.